الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യചരിത്രത്തെയും ഇസ്ലാമിക ചരിത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കാലത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ റബ്ബ് അല്ലാഹുവാണ്. രാപ്പകലുകളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. സമയങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അനുഷ്ഠാനങ്ങളെ ചരിത്രവുമായി ബന്ധിപ്പിച്ചത് അല്ലാഹുവിൻ്റെ ഇടപെടലുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കാലഘട്ടത്തെയും ചരിത്രത്തെ മുഹമ്മദി ശരീഅത്തിൽ അമലുകളായി ബന്ധിപ്പിച്ചു അല്ലാഹു തആല. ആ ചരിത്രത്തെ അമലുകൾ നിലനിൽക്കുന്ന കാലത്തോളം സമൂഹം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യചരിത്രത്തിൻ്റെ 4 ഘട്ടങ്ങളെപ്പറ്റി നാം വിശദീകരിക്കാറുണ്ട്. ഒന്നാമത്തത് അതിൻ്റെ ശൈശവഘട്ടമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടം. ഭൂലോകത്ത് മനുഷ്യൻ താമസിച്ചപ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം അതാണ്. ആകാശലോകത്ത് ആദമിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കുകയും
ആവശ്യമുള്ള അറിവുകൾ ആകാശലോകത്ത് വെച്ച് അല്ലാഹു തആല ആദമിന് നൽകുകയും ആ അറിവുകളെ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശന സമ്മേളനത്തിൽ വെച്ച് ആദമിനെ മലക്കുകളെക്കാൾ ഉത്തമനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അല്ലാഹു തആല. നമുക്കറിയാം, സംഭവങ്ങൾ നാം ഇതിനു മുമ്പും പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിക്കൊരു കഴിഞ്ഞുപോയൊരു കാലഘട്ടമുണ്ട്, ഒരു ഭൂതകാലം. അത് തികച്ചും ആകാശവാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നാം മനുഷ്യനെ അവൻ്റെ ഉൽപ്പത്തി അഭൗതികവും പ്രത്യുൽപാദനം ഭൗതികവും എന്ന് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആദമിൻ്റെ നിർമ്മാണം നടന്നത് ആകാശലോകത്താണ്. ആകാശം തികച്ചും അഭൗതിക ലോകമാണ്. ആ നിർമ്മാണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറ വിശദീകരിച്ചു തരുന്നത്. ആദ്യമായി അല്ലാഹു തആല ആവശ്യമായ അറിവ് നൽകുകയായിരുന്നു ആദമിന്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അറിവ് ഏതാണ്ടൊരു കോഴ്സ് പൂർത്തിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി. അതിൽ ആദമിനെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ആദമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആദമിൻ്റെ അറിവിനെ ആയിരുന്നു മലക്കുകൾക്ക് മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിച്ചത്. സുമ്മ അറളഹും അലൽ മലായിക. ആ അറിവുകൾ എത്രത്തോളം മലക്കുകൾക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി ചോദിച്ചു. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. ഈ ആദം പഠിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും പഠിച്ച വിഷയങ്ങളും അതിൻ്റെ ചാപ്റ്ററുകളും മറ്റും സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. സുമ്മ അറളഹും അലൽ മലായിക. ആ പ്രദർശിപ്പിച്ച വസ്തുക്കളെ ചൂണ്ടി അല്ലാഹു തആല മലക്കുകളോടായി ആവശ്യപ്പെട്ടത്, ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചൊരു വിശദീകരണം നിങ്ങൾ എനിക്ക് തരണമെന്ന്. അംബിഊനി ബി അസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ. ഈ സന്ദർഭത്തിൽ മലക്കുകൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞത് മാത്രം പറയുക, അറിഞ്ഞത് മാത്രം പ്രവർത്തിക്കുക, പുതിയതറിയാനോ പുതിയത് പ്രവർത്തിക്കാനോ ഉള്ള നിർദ്ദേശമില്ല. അതാണ് മലക്കുകൾ. മലക്കുകളുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ മലക്കുകൾക്കിടയിലേക്കൊരു നബിയില്ല, മലക്കുകൾക്ക് വേണ്ടി ഒരു ശരീഅത്തില്ല, മലക്കുകൾക്ക് വേണ്ടി ഒരു കിതാബില്ല. എന്തുകൊണ്ടാണത്? ഏകപക്ഷീയമായി സൃഷ്ടിപ്പിൽ തന്നെ അനുസരണത്തെ അല്ലാഹു അവരുടെ അസ്തിത്വവുമായി ലയിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഇൽമ്, പുതിയ അറിവ് മലക്കുകൾക്കില്ല. അത് മലക്കുകൾ സ്വന്തം സമ്മതിക്കുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അതാണല്ലോ ബുദ്ധി. അറിവില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തന്നാൽ അത് സമ്മതിച്ചു കൊടുക്കലാണ് ബുദ്ധി. മനുഷ്യൻ മൊത്തത്തിൽ അറിവില്ലായ്മയുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. അന്നാസു അഇദാഉ മാ ജഹിലു. എനിക്കൊരു കാര്യം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ശത്രുവായിരിക്കും. ആ അറിവില്ലായ്മയെ സ്ഥാപിക്കാനായിരിക്കും ഞാൻ മെനക്കെടുക. അതിനുവേണ്ടിയുള്ള അറിവുകൾ ശേഖരിക്കാൻ ഞാൻ മെനക്കെടുകയില്ല. അതൊരു ദുഷിച്ച സ്വഭാവമാണ്. എന്നും മനുഷ്യൻ്റെ അസ്തിത്വവുമായി ലയിപ്പിച്ചൊരു സ്വഭാവമാണത്. മലക്കുകൾ തുറന്ന് സമ്മതിച്ചു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഇതൊന്നും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ല, ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളല്ല. അതുകൊണ്ട് തന്നെ നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ഇതൊന്നും നീ പഠിപ്പിച്ചിട്ടില്ല. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. നീയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, നീയാണ് ഏറ്റവും നല്ല ഹിക്മത്തുള്ളവൻ, ഏറ്റവും നന്നായി കാര്യങ്ങളിൽ വിധികൽപ്പി നൽകുന്നവൻ നീയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മലക്കുകൾക്ക്. ആദമിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഹോ ആദം, നിനക്ക് ഇതിനെ സംബന്ധിച്ച് നീ പഠിച്ച വിഷയങ്ങളൊക്കെ ഒന്ന് ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും. യാ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ആദം, നീ ഇവർക്കിതൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയും. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഫലമ്മാ അംബഅഹും, എനിക്കറിയില്ല എന്നോ എനിക്ക് ഒന്നും പറഞ്ഞില്ല. കാരണം അറിയുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അല്ലാഹു തആല ആലിമിന് വെച്ചിരിക്കുന്ന സ്വഭാവം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം കൂളായി അത് വിശദീകരിച്ചു കൊടുത്തു. അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഫലമ്മാ അംബഅഹും. ആദം മലക്കുകൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ
മണിമണിയായിട്ട് ഇന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ആദം നല്ല ധൈര്യത്തോടു കൂടി മലക്കുകൾക്ക് മുമ്പിൽ അത് വിശദീകരിച്ചു. പരിചയമില്ലാത്തൊരു സമൂഹമാണ് മലക്കുകൾ, പുതുതായിട്ട് കാണുകയാണ് മലക്കുകളെ. മലക്കുകളും ആദമിനെ പുതുതായിട്ട് കാണുകയാണ്. അവർ രണ്ടു കാര്യം പരിചയപ്പെടുത്തി കൊടുക്കുക, ആരാണ് മനുഷ്യൻ എന്ന് മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് കാരണമുണ്ട്. മലക്കുകളുടെ ഉൽപ്പത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആകാശലോകത്തൊരു ചർച്ച നടന്നപ്പോൾ മലക്കുകൾ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ ഭൂമിയിൽ കുഴപ്പവും ഫസാദും രക്തച്ചൊരിച്ചലും ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത്, നീ നിർമ്മിക്കാൻ പോകുന്നത്? അവരൊക്കെ കുഴപ്പകാരികൾ. അതാണല്ലോ നമ്മുടെ അനുഭവം. ഇതിനു മുമ്പ് ജിന്നുകളെ കൊണ്ട് നീ പരിശോധിച്ചില്ലേ ഭൂമിയെ? അവരിവിടെ നാശം വിതച്ചപ്പോൾ അവരെ മുഴുവനും നീ നശിപ്പിച്ചില്ലേ? ഞങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ നശിപ്പിച്ചത്? ഇനിയും വേണോ അത്തരത്തിലൊരു കുഴപ്പകാരികൾ? ഞങ്ങളാവട്ടെ നിനക്ക് തസ്ബീഹ് ചെയ്യുന്നവർ, നിനക്ക് തഖ്ദീസ് ചെയ്യുന്നവർ, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവർ, നീ പറഞ്ഞതിന് അപ്പുറത്ത് നടക്കാത്തവർ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഫ്അലൂൻ. ഒരു വാക്കുകൊണ്ട് പോലും മുൻകടന്നു പോകുകയോ അതിക്രമിച്ചു പോവുകയോ ചെയ്യാത്തവർ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു കൽപ്പനയും ഒരു വിധത്തിലും തട്ടിക്കളയാതെ അപ്പടി നടപ്പിലാക്കുന്നവർ. മലക്കളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു തന്നതാ. അത്തരത്തിലൊരു കൂട്ടത്തിൽ ഞങ്ങളുണ്ട്, ഭൂമിയുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏൽപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. തീർച്ചയായും എനിക്ക് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. നിങ്ങൾ അറിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് എൻ്റെ അടുത്തുണ്ട്, ആ അറിവുള്ളവനാണ് ഞാൻ എന്നൊറ്റ വാക്ക് പറഞ്ഞിട്ട് നിർത്തി. അതറിയിക്കുകയാണ് ഇപ്പോൾ അള്ളാഹു തആല മലക്കുകളെ കാലങ്ങൾക്ക് ശേഷം, അള്ളാഹു നിശ്ചയിച്ച കാലങ്ങൾക്ക് ശേഷം. അതുകൊണ്ടാണ് അള്ളാഹു തആല അപ്പം പറഞ്ഞത് അവരോട്, അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിൽ അഭൗതികമായി കിടക്കുന്ന പലതും അറിയുന്നവനാണ് ഞാൻ എന്ന് നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അലം അഖുൽ ലക്കും, നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അന്ന് ആ പറഞ്ഞത് ഇതാണ്. കാലങ്ങൾക്ക് മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതെ മനുഷ്യന്റെ ഉൽപ്പത്തി നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു തആല അവർക്ക് കൊടുത്ത മറുപടിക്ക് മറുപടിയാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആദം വളരെ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്, അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ പല കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ. വഅലമു മാ തുബ്ദൂൻ, നിങ്ങൾ പരസ്യപ്പെടുത്തുന്ന കാര്യവും അറിയുന്നവനാണ് ഞാൻ. വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ പരസ്യപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പുതുതായി സൃഷ്ടിച്ച സൃഷ്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതാണ്ട് ഗ്രാഹ്യമായല്ലോ. മലക്കുകൾക്ക് സമ്മതിക്കലേ നിവൃത്തിയുള്ളൂ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞത്, ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങളൊരു സുജൂദ് ചെയ്യണം. എന്തിനായിരുന്നു ആ സുജൂദ്? ആദം ആരാണെന്ന് മലക്കുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ. ഇൽമു കൊണ്ട് കിട്ടിയ ബഹുത്വം ചില്ലറയല്ല എന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തന്നെ. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആകാശലോകത്ത് നടന്ന ഒന്നാം ഘട്ട സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹവ്വാനെ അള്ളാഹു നിർമ്മിക്കുന്നത്. സൂറത്തുൻ നിസാ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഇത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണം. റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് തഖ്വയുള്ളവരായിരിക്കണം. നിങ്ങൾ ആരാണ് റബ്ബ് എന്നറിയുമോ? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ മുഴുവനും നിർമ്മിച്ചെടുത്തവനാണ് അവൻ. ഒരു തടിയിൽ നിന്ന്, ഒരാത്മാവിൽ നിന്ന് മുഴുവനും നിർമ്മിച്ചെടുത്തവനാണ് അവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ ഇണയെ, അവരുടെ ഇണയെ ആ ശരീരത്തിൽ നിന്ന് നിർമ്മിച്ചവനാണ് അവൻ. അവരുടെ ഇണയെയും ആ ശരീരത്തിൽ നിന്ന് നിർമ്മിച്ചവനാണ് അവൻ. വഖലഖ മിൻഹാ സൗജഹ, ആദമിൽ നിന്ന് ആദമിൻ്റെ ഇണയെ നിർമ്മിച്ചു. അപ്പോൾ 50-50 അല്ല എന്ന് മനസ്സിലായി. ആണും പെണ്ണും 50-50 അല്ല എന്ന് മനസ്സിലായി. ആദം പൂർണ്ണമാണ്, അതിൽ നിന്നൊരംശമാണ്. ആദം എന്ന പുരുഷൻ പൂർണ്ണമാണ്, അതിൽ നിന്നൊരംശമാണ് സ്ത്രീ എന്ന് അസ്തിത്വത്തിൽ തന്നെ മനസ്സിലായി. അതെ, മനുഷ്യ അസ്തിത്വം 50-50 അല്ല, അത് പൂർണ്ണതയുടെ ഒരു ഭാഗമാണ് പെണ്ണ് എന്ന് ഖുർആൻ. വഖലഖ മിൻഹാ,
വഖലഖ അല്ലാഹുവാണ് നിർമ്മിച്ചത് മിൻഹ ആ ഒരു ശരീരത്തിൽ നിന്ന് സൗജഹ ആ ശരീരത്തിന്റെ ഇണയെ. ആ ഇണ പെണ്ണായിരുന്നു. ആ ഇണക്ക് അല്ലാഹു ഹവ്വ എന്ന് പേരിട്ടത്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് സ്വർഗ്ഗലോകത്തിലേക്ക് താമസം മാറ്റുന്നത്. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. സ്വർഗത്തിൽ പോയി താമസിച്ച ബാച്ചിലേഴ്സിന് പറ്റിയ സ്ഥലമാണ് ആകാശം. ഭാര്യ ഭർത്താക്കന്മാർക്ക് കുടുംബത്തിന് പറ്റിയ സ്ഥലമല്ല ഇത്. മലക്കുകൾ ബാച്ചിലേഴ്സാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അജ്സാമുൻ നൂറാനിയത്തുൻ യതശക്കലൂന ബി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ ഹസന ലാ യത്തസിഫൂന ബി ദുകൂറത്തിൻ വലാ ഉനൂസ. ആണ് പെണ്ണ് എന്ന് മലക്കുകളെ വേർതിരിക്കാൻ പറ്റുകയില്ല. വലാ യഅ്കുലൂന വലാ യശ്റബൂൻ. തിന്നുക കുടിക്കുക മുതലായവ അവർക്കില്ല. ലാ യൻകിഹൂന വലാ യതവാലദൂൻ. വിവാഹമോ സന്താനോൽപാദനമോ അവർക്കില്ല. മലക്കുകളെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പൊതുവിജ്ഞാനമാണത്. അൽ ഈമാനു ബിൽ മലായിക്ക. മലക്കുകളെ അംഗീകരിക്കുക എന്നുള്ളത് ഈമാന്റെ രണ്ടാമത്തെ കാര്യവും കൂടിയാണ്. അള്ളാഹു അള്ളാന്റെ റസൂലും പറഞ്ഞത് മാത്രം അംഗീകരിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഗവേഷണം ചെയ്തിട്ട് മലക്കളെ പഠിക്കാനൊന്നും മെനക്കെടണ്ട. ആ അതിസാഹസികത നമ്മുടെ ഷഹാദത്തിനെ ബാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് അവിടെ താമസിപ്പിച്ച് അവിടെ പരിശീലനം നൽകി, തർബിയത്ത് നൽകി. എന്നിട്ടാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഒന്നാം ഘട്ടം ആദം മുതൽ തുടങ്ങുകയാണ് ഈ ഭൂമിയിൽ. ആദമിൻ്റെയും ഹവ്വാന്റെയും ഉൽപ്പത്തി തികച്ചും അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര ലോകത്തിന് ആദം ഹവ്വ ദമ്പതിമാരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം തരാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യ നിർമ്മാണവുമായി മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ദിനോസറുകളെയും ചിമ്പാൻസികളെയും കടം വാങ്ങേണ്ടി വന്നത് ശാസ്ത്ര ലോകത്തിന്, മനുഷ്യർക്കൊരു പൂർവികനെ കണ്ടെത്താൻ. ഇപ്പം അതൊക്കെ എഴുതി തള്ളപ്പെട്ടു പോയി. എങ്ങനെ ക്രിയേഷനിസവും അതേപോലെ തന്നെ പരിണാമ സിദ്ധാന്തങ്ങളുമൊക്കെ എഴുതി തള്ളപ്പെട്ടു പോയ വിഷയങ്ങളാണ്. അതൊന്നും ഇപ്പം ആർക്കും ചർച്ചയില്ല. അതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ നടന്ന ചർച്ചകളാണ്. 20-ാം നൂറ്റാണ്ടോടുകൂടി ആ ചർച്ചകളൊക്കെ അവസാനിച്ചു. 21-ാം നൂറ്റാണ്ടിൽ ലോക ചർച്ച വേറൊരു വഴിക്ക് നീങ്ങി. ആ വേറെ വഴിക്ക് നീങ്ങാൻ കാരണം എന്താണ്? ഇസ്ലാം ലോകത്തിന് മനസ്സിലാകരുത് എന്ന നിർബന്ധം പടിഞ്ഞാറുകാർക്കുള്ളത് കൊണ്ടാണ്. കാരണം 19-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റിയ നൂറ്റാണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ നിരീശ്വര നിർമ്മതവാദങ്ങളും ഭൗതികവാദങ്ങളും അതേപോലെ തന്നെ ഹിറ്റ്ലറെ പോലെയുള്ളവരുടെ കേവല രാഷ്ട്രീയ അല്പത്തരങ്ങളൊക്കെ ചരിത്രത്തിന് കാഴ്ചവെച്ച സംഭവങ്ങളെ മനുഷ്യൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത നൂറ്റാണ്ടാണ് 19-ാം നൂറ്റാണ്ട്. ഞാൻ വ്യക്തമായി പറയട്ടെ, 19-ാം നൂറ്റാണ്ടിൻ്റെ ബുദ്ധിയിലല്ല ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യനുള്ളത്. മനുഷ്യൻ റോബോട്ടുകളാണിപ്പോൾ. 19-ാം നൂറ്റാണ്ടിലാണ് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടത്, ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്, ഒരുപാട് ചരിത്രകാരന്മാരുണ്ടായത് 19-ാം നൂറ്റാണ്ടിലാണ്. ഇസ്ലാം പൂർണ്ണമായും ആദർശവും തമ്മിലുള്ള സംവാദം നടന്നത് തികച്ചും 19-ാം നൂറ്റാണ്ടുകളിലാണ്. 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു ലോകാടിസ്ഥാനത്തിൽ. അതോടുകൂടി ചർച്ചയുടെ വേറൊരു വഴിക്കേക്ക് പോയി. ക്യാപിറ്റലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും വഴിയിലേക്ക് 20-ാം നൂറ്റാണ്ട് നീങ്ങി. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരെ ഭൂമിയിൽ എത്തിച്ചത് സ്വർഗത്തിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയിട്ടാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ആദം ഹവ്വ ദമ്പതിമാർക്ക് അല്ലാഹു സ്വർഗപ്രവേശനം നൽകിയത് സൽക്കർമ്മത്തിന് പ്രതിഫലമായിട്ടൊന്നുമല്ല. സൽക്കർമ്മം ഭൂമിയിൽ ആരംഭിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല. ആകാശലോകത്ത് ദീനുൽ ഇസ്ലാം ചർച്ചക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലാഹു തആല. ദീനുൽ ഇസ്ലാം ചർച്ചക്ക് കൊണ്ടുവന്നത് ഭൂമി ലോകത്ത് മനുഷ്യൻ എത്തിയപ്പോഴാണ്. ഭൂമിയിലാണ് ഇസ്ലാമിൻ്റെ ആവശ്യം. അതെന്തിനാണെന്നുള്ള കാര്യം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ ദമ്പതിമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ അല്ലാഹു തആല ചരിത്രത്തിന്റെ ഒന്നാം ഘട്ടം തുടങ്ങുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. ഖുർആൻ മനുഷ്യ ചരിത്രത്തിന്റെ 4 ഘട്ടങ്ങളെയാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല ഒന്നാമത് പറഞ്ഞത് ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഇസ്തഫ, അവൻ തെരഞ്ഞെടുത്തു ആദമിനെ അവൻ തെരഞ്ഞെടുത്തു. അല്ലാഹു തആല ആദമിനെ തെരഞ്ഞെടുത്തു. ഒന്നാമതായിട്ട് തിരഞ്ഞെടുക്കുന്ന ആദമിനെയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നാം മനുഷ്യചരിത്രത്തിന്റെ തുടക്കക്കാരൻ ആദമാണെന്ന് തന്നെ സമ്മതിക്കണം. മോഡേൺ ഹിസ്റ്ററിക്കാർ ചരിത്രങ്ങൾ എഴുതുമ്പോൾ മനുഷ്യചരിത്രത്തിന്റെ തുടക്കമായിട്ട് നൂഹി കാലഘട്ടത്തെ കള്ളമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
മിസ്റ്റർ സി വി ചെറിയാനെ പോലെയുള്ള ആൾക്കാർ ചരിത്ര പുസ്തകം എഴുതിയത് മനുഷ്യ നാഗരികതയ്ക്ക് തുടക്കം നൂഹിൻ്റെ കാലഘട്ടം എന്ന് പറയില്ല അവരത് ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതട സംസ്കാരമാണ് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമെന്നും അതിൽ നിന്നാണ് മനുഷ്യൻ്റെ നാഗരികത ഉണ്ടായി വന്നത് എന്നുമൊക്കെ പഠിപ്പിക്കാറുണ്ട്. അത് മനഃപൂർവ്വം ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ നടത്തിയൊരു തന്ത്രമായിരുന്നു. കാരണം ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർക്ക് ആവശ്യം ദീനുൽ ഇസ്ലാമിന് മുമ്പേയുടെ മതങ്ങളും നാഗരികതകളൊക്കെ ഉണ്ട് എന്നും അത് സ്ഥാപിക്കലും മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇസ്ലാമിൻ്റെ ഫൗണ്ടറാണ്, ഇസ്ലാമിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണെന്ന് സ്ഥാപിക്കൽ ഇവിടുത്തെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരെ താല്പര്യമായിരുന്നു. അതേപോലെ തന്നെ ഈ മിസ്ർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മോഡേണിസം എന്നത് ഒരു വലിയ രോഗമാണ്. അതൊക്കെ ഈജിപ്തിൽ നിന്ന് തുടങ്ങിയത് കേരളത്തിലേക്ക് ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചരിത്രകാരന്മാർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയണം. എന്നിട്ട് ആദം നബിയെ നമുക്ക് മനസ്സിലാവാത്ത ഏതോ ഒരു മനുഷ്യർക്ക് മുമ്പ് ഇവിടെ നിന്ന് നടന്നുപോയ അധോലോക കാലഘട്ടമാണെന്നും എന്നുവെച്ചാൽ നാടൻ ഭാഷയിൽ പറഞ്ഞ ചരിത്രകാരൻ്റെ ഭാഷയിൽ പറഞ്ഞ കാട്ടുമനുഷ്യന്മാരാണെന്നും ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം മുതലാണ് മനുഷ്യന് നാഗരികതയും സംസ്കാരവും വരുന്നത് എന്ന് സ്ഥാപിക്കാൻ മെനക്കെട്ടിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയുമോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ ഇവർ ദ്രാവിഡ മതവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇസ്ലാമിനെ കൊന്ന് മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു അറേബ്യൻ മതമാണ് ഇസ്ലാം എന്ന് വ്യക്തിത്വക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ ഖണ്ഡിച്ചു 19-ാം നൂറ്റാണ്ടിൽ പണ്ഡിതന്മാർ. ഇതിൻ്റെ ഒന്നും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മോഡേൺ സൊസൈറ്റിക്കാർക്കോ അതേപോലെ തന്നെ മറ്റുള്ള ചിന്താഗതിക്കാർക്കോ ഓറിയന്റലിസ്റ്റുകാർക്കോ സയനിസ്റ്റുകൾക്കോ അതൊന്നും സാധിച്ചില്ല അതിന് പിടിച്ചു നിൽക്കാൻ. അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൽ ആ ചർച്ച അവർ നിർത്തിയിട്ട് 100-ാം നമ്പർ രാഷ്ട്രീയത്തിലേക്കും കൊലയാളി രാഷ്ട്രീയത്തിലേക്കും കൊലവിളി രാഷ്ട്രീയത്തിലേക്കും ബോംബ് രാഷ്ട്രീയത്തിലേക്കും ആറ്റം രാഷ്ട്രീയത്തിലേക്കൊക്കെ ലോകത്തെ പിരിച്ചുകൊണ്ടുപോയത് എന്തിനാണെന്ന് അറിയുമോ? 19-ാം നൂറ്റാണ്ടിലെ പോലെ ഇസ്ലാമിനെ പറ്റിയുള്ള ചർച്ച ലോകത്ത് നടക്കാൻ പാടില്ല എന്ന് പടിഞ്ഞാറുകാരന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം എന്താണ്? പരമാവധി അവരതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നു. ലോകം മുഴുവനും യുദ്ധക്കെടുതികളെ കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ മരവിപ്പിച്ച് ദീനുൽ ഇസ്ലാമിനെ പറ്റിയുള്ള ചർച്ച ഒന്നുമല്ലാതാക്കി തീർക്കാനുള്ള ശ്രമമാണത്. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ലോകത്ത് ഇന്ന് നടക്കുന്ന 2 യുദ്ധങ്ങളാണ്. ഒന്ന് ഇറാനിയൻ ജൂതനും ഇസ്രായേലി ജൂതനും തമ്മിലുള്ള യുദ്ധം. 2 ജൂതന്മാർ തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുഅ്മിനീങ്ങൾക്ക് എന്ത് കാര്യം? ഇതിന് മുസ്ലിമീങ്ങൾക്ക് എന്ത് കാര്യം? ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ ശത്രുവാണ്, മറ്റൊരു വിഭാഗം മുസ്ലിമിൻ്റെ ശത്രുവാണ്. മുസ്ലിമിൻ്റെ ശത്രു മുസ്ലിമിനെ കൊന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിൻ്റെ ശത്രു ഇസ്ലാമിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൃത്യമായിട്ട് 2 ജൂതന്മാരാണ് ഈ ലോകത്ത് ഇന്ന് നിലവിലുള്ളത്. ആ ജൂതന്മാരുടെ ലക്ഷണം എന്താണെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്രായേലി ജൂതൻ ഒരു ജൂതനാകണമെങ്കിൽ, ഒരു ഇസ്രായേലി ജൂത മതക്കാരനാകണമെങ്കിൽ അവരെ പുരോഹിതന്മാർ അവരെ പഠിപ്പിക്കുന്ന 2-3 സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സിദ്ധാന്തം എന്താണെന്നോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കള്ളനാണ് എന്ന് വാദിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കള്ളനാണ്, വാക്കുപാലിക്കാത്തവനാണ്, ദുഷ്ടനാണ് എന്ന് സ്ഥാപിക്കണം. അതിനെതിരായിട്ട് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ കാന അദുവ്വൻ ലിജിബ്രീല എന്ന് പറഞ്ഞ ആയത്തോട് അവരെ എതിർത്തിട്ടുണ്ട് യൂതന്മാരെ. എന്താ കാര്യം? അവരെ വാദം മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല വഹി നൽകിയത് ശരിയാണ്, പരിശുദ്ധ ഖുർആനിൽ ശരിയാണ്. ആ വഹയ്യ് മുഹമ്മദിന് കൊണ്ടുകൊടുത്തിട്ട് ജിബ്രീൽ ചതിപ്രയോഗം നടത്തി. ബനു ഇസ്രായേൽ നൽകേണ്ട വഹയ്യ് ബനു ഇസ്മായിലിന് നൽകി. ബനു ഇസ്മായിലിൽപ്പെട്ട മുഹമ്മദിന് വഹയ്യ് നൽകുക വഴി ജിബ്രീൽ തനി ചതിയാണ് നടത്തിയത്, തനി ധിക്കാരമാണ് നടത്തിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജിബ്രീൽ വഹയ്യ് കൊണ്ടുകൊടുത്ത മുഹമ്മദിനെയോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇതാണ് ജൂതനാകണമെങ്കിൽ ഒന്നാമത്തെ വിശ്വാസം. ഇസ്രായേലി ജൂതനാകണമെങ്കിൽ ആദ്യം അവൻ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനായ ജിബ്രീലിനെ കള്ളനാക്കണം. രണ്ടാമതായിട്ട് അവർ എന്താണ് ചെയ്തത്? ഒരു ജൂതൻ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ജൂതൻ ആദർശപരമായാണ് നാം അവരെ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ജിഹാദുകൾ 2-3 തരത്തിലാണ്. ലസ്ബാബ് ബിൽ അസ്ബാബ്, ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് ആയുധത്തിൻ്റെ ആൾക്കാർ ചർച്ച ചെയ്തോളും. ആദർശവും ആയുധവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് നമ്മൾ ചർച്ച കൊണ്ടുവരിക. നാം ആദർശത്തിൻ്റെ പക്ഷത്ത് നിൽക്കും, ആയുധത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയില്ല. ബദർ പോലെ ബദറിൽ ഏറ്റുമുട്ടിയത് ആയുധവും ആദർശവും തമ്മിലാണ്. നാം ആദർശത്തിൻ്റെ പക്ഷത്താണ്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പക്ഷത്ത്. ആയുധത്തിൻ്റെ പക്ഷത്ത് നമ്മളില്ല, അബൂജഹലിൻ്റെ പക്ഷത്ത് നമ്മളില്ല. ഇതൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായ കാര്യമാണ്. ഉഹദ് യുദ്ധത്തിലും മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അഷ്റഫുൽ ഖൽഖ് അടക്കമുള്ളവർ അമ്പേ പരാജയപ്പെട്ടു.
ആ സന്ദർഭത്തിലും നമ്മൾ ആദർശത്തിന്റെ പക്ഷത്താണ്, ആയുധത്തിന്റെ പക്ഷത്തല്ല. ഖുറൈശി സമൂഹത്തിന്റെ ആയുധമായിരുന്നു ബദറിൽ ജയിച്ചത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആദർശത്തിന്റെ പക്ഷമാണ്. ഉഹദിൽ ജയിച്ചത് അബൂ സുഫിയാന്റെ ആയുധത്തിന്റെ പക്ഷമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ചരിത്രത്തിലൂടെ തിരിച്ചറിവുണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ സലഫിയത്ത് ഒരു ഗുണവും ചെയ്യില്ല. സലഫിയത്ത് ഗുണം ചെയ്യണമെങ്കിൽ ചരിത്രത്തിലൂടെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അടിത്തറ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏത് ചെകുത്താനും ഏത് സമയത്തും തട്ടിക്കൊണ്ടു പോകാൻ അവസരമുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ട് പറഞ്ഞു തന്നത് എന്താ? ഈസാ നബിയുടെ ഉമ്മയായ മറിയം വ്യഭിചാരിയാണ് എന്ന് സമ്മതിക്കണം. ഒരു ജൂതനാകണമെങ്കിൽ ഈസാ നബിന്റെ ഉമ്മ മറിയം വ്യഭിചാരിയാണ്, വേശ്യപ്പെണ്ണാണ്, ഈസ ജാരസന്തതിയാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരുത്തന് ജൂതനാകാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇസ്രായേലി ജൂതൻ അത് തന്നെയാണ് അവരുടെ പഴയകാല തോറ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികളെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ഒന്നുമല്ല, അവര് ജാരസന്തതിയെ ദൈവമാക്കിയ വിഡ്ഢികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു രീതിയുണ്ട്. എന്താണെന്നറിയുമോ? ഭൂമിലോകത്തും അവരല്ലാത്തവരൊന്നും മനുഷ്യരായിട്ട് കാണുന്നില്ല. അവരല്ലാത്തവരെല്ലാം പട്ടികളുടെയും പന്നികളുടെയും മക്കളായിട്ടാണ് അവർ കാണുന്നത്. അവർ മാത്രമാണ് ഇസ്രായേൽ സന്തതികൾ. അന്ന് മഞ്ഞുസൽവ, ആകാശത്തിൽ നിറക്കപ്പെട്ട മഞ്ഞുസൽവായിൽ നിന്ന് ഭക്ഷണം കഴിച്ച പാരമ്പര്യമുള്ള ബാപ്പാക്ക് ജനിച്ച മക്കളെ മാത്രമേ അവർ മനുഷ്യനായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് പട്ടിയെയും പന്നിയെയും കൊല്ലുന്ന ലാഘവത്തോടെ അവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി ഇവർ പറയുന്നത്, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവര് ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി അംഗീകരിച്ചാലേ ഈ കാലഘട്ടത്തിലും ഒരുത്തരെ ജൂതനാകാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഇറാനിയൻ ജൂതന്റെയും ചരിത്രം. ഇറാനിയൻ ജൂതത്തിന്റെ ചരിത്രം രണ്ട് സംഗതികളാണ്. ഒന്ന്, ജിബ്രീല് വാക്ക് പാലിക്കാത്ത കള്ളനാണ് എന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അലി റളിയല്ലാഹു അൻഹുവിന് വഹ്യ് കൊടുക്കാനായിരുന്നു ജിബ്രീലിനെ ഏൽപ്പിച്ചത്. അത് തെറ്റി മുഹമ്മദ് മുസ്തഫാക്ക് കൊടുത്തു. മുഹമ്മദ് അല്ല നബിയാവേണ്ടത്, അലിയാണ് നബിയാവേണ്ടത്. അത് അബദ്ധത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചതിച്ചനാണ് ജിബ്രീൽ എന്നാണ് ഷീഈ നേതൃത്വത്തിന്റെ, ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്ന നേതൃത്വത്തിന്റെ വിശ്വാസ പ്രമാണം. അടിസ്ഥാനപരമായി അതാണ്. അത് 1979 ഷീഈ വിപ്ലവം വിജയിച്ചു. ഇസ്ലാമിനെ കൊന്നു കുഴിച്ചുമൂടി ഷീഈ വിപ്ലവം ജയിക്കുകയും അവർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ ഖുമൈനി വളരെ കൃത്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്, ഇന്ന് ഈ കാണുന്ന ദീനിനെ ഇല്ലാതാക്കുകയും അലിയുടെ നേതൃത്വത്തിലുള്ള ദീനിനെ കൊണ്ടുവരികയും ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അവരെന്താ ചെയ്തത്? മറ്റവര് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് വേശ്യയാക്കിയതെങ്കിൽ ഒരു ആകണമെങ്കിൽ ആയിഷ ബീബി വേശ്യയാണ്, സാനിയത്താണ് എന്ന് സമ്മതിക്കണം. ഇന്നും ഇവരെ മെമ്പറുകളിൽ വെച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറയുമ്പോൾ അവരങ്ങനെ തന്നെയാണ് പറയുക. സലഫികൾ അവർ വിളിക്കല് അബ്നാ ഉസ്സാനിയ എന്നാണ്. സലഫികളെ അവർ അഭിസംബോധനം ചെയ്യൽ, ഇറാനിയൻ ജൂതന്മാര് സലഫികളെ അഭിസംബോധനം ചെയ്യുന്നത് അബ്നാ ഉസ്സാനിയ, വേശ്യപ്പെണ്ണിന്റെ മക്കള് എന്നാണ്. എന്നുവെച്ചാൽ ആയിഷ ബീബിന്റെ മക്കൾ. അല്ലാഹു നഊദു ബില്ലാഹ് മഅദല്ലാഹ്. തീർച്ചയായിട്ടും ഇറാൻ തകരേണ്ടതാണ്. അവിടുത്തെ മെമ്പറുകൾ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ മെമ്പറുകളിലുള്ള ഖുത്ബയിൽ അബൂബക്കർ സിദ്ദീഖിനെ കാഫറാക്കുന്ന ഖത്തീബുമാർ പ്രസംഗിക്കാൻ ഇനി അവസരം ഉണ്ടാകാൻ പാടില്ല. ആയിഷത്തു സിദ്ദീഖായ വേശ്യയാക്കുന്ന മെമ്പറുകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ എന്താണ് അതേതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അവൻ്റെ ദീനിനെ ബാധിക്കാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ പറയാറുണ്ട്. രാഷ്ട്രീയ രംഗമെല്ലാം നാം സംസാരിക്കുന്നത് അതിൻ്റെ ആദർശ രംഗമാണ്. ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ പറ്റിയല്ല നാം സംസാരിക്കുന്നത്, ആദർശവും ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. വളരെ കൃത്യമായി തിരിച്ചറിവില്ലായ്മ നമുക്ക് വലിയൊരു രോഗമാണ്. ആയിരിക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ, ഇച്ചിരിയൊക്കെ തൗഹീദും സുന്നത്തൊക്കെ അറിയുന്ന നമുക്ക്. ഷിയാക്കളെ കാര്യം വിട്. ഷിയാക്കൾ അവർ ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവരാണ്. അതേപോലെ തന്നെ ഖാദിയാനികൾ നുബുവത്ത് കൊണ്ട് മുഹമ്മദി റിസാലത്തിനെ ബാത്തിലാക്കിയവരാണ്. രണ്ട് വിഷയത്തിനും ഒരു കാഫിറുകളാണ്. അവരെ പറ്റി ചർച്ചയില്ല. ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയ ഷിയാക്കളെ സംബന്ധിച്ചോ, മുഹമ്മദുർ റസൂലുള്ളയെ ബാത്തിലാക്കിയ നുബുവത്തിന്റെ വിഷയത്തിൽ മുഹമ്മദുർ റസൂലുള്ള എന്ന രണ്ടാം കലിമയിലെ ഷഹാദ ബാത്തിലാക്കിയ ഖാദിയാനികൾ അവർ രണ്ടു ഒറ്റക്കെട്ടാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവർ, മറ്റവർ മുഹമ്മദുർ റസൂലുള്ള ബാത്തിലാക്കിയവർ. നമുക്കെന്ത് ബന്ധം? നമുക്ക് അവരുമായിട്ട് എന്ത് ബന്ധം? ഇവിടെയാണ് നാം ചരിത്രത്തിൽ നിന്ന് കാതലായ ഒരു വശം പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അസ്തഫാ ആദം എന്ന് പറഞ്ഞെടുത്ത് ആദമിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാം ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ട വസ്തുതയാണ്.
അത് ഇസ്ലാമിന്റെ ശൈശവഘട്ടമാണ്. രണ്ടാമതായിട്ട് അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞത് നൂഹിനെയും അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന്. ഇസ്ലാമിക ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടവും മനുഷ്യ ചരിത്രത്തിന്റെ ബാല്യഘട്ടവുമായിരുന്നു അത്. രണ്ടാം ഘട്ടത്തെ അല്ലാഹു തആല ഉപയോഗിച്ചത് ശിർക്കും കുഫറും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അമലുകളെ പറ്റിയുള്ള ചർച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല കൂടുതൽ. ആദമീ ശരീഅത്തനുസരിച്ച് നിലവിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത് മുതലായവ നടന്നു പോകുന്നു. ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിന്റെ ദൗത്യം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ ആവർത്തിച്ചത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ വിഷയമായിട്ട് വരുന്നത് ചരിത്രത്തിന്റെ മൂന്നാം ഘട്ടമാണ്. വആല ഇബ്രാഹിം ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിം. ഇബ്രാഹിമി കുടുംബത്തെയാണ് അല്ലാഹു തആല പിന്നെ തെരഞ്ഞെടുക്കുന്നത്. അല്ലാഹു അക്ബർ, എത്ര കൃത്യമാണ് കാര്യം. മനുഷ്യന്റെ ബാല്യഘട്ടം യൗവനഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെ, ഇസ്ലാമും യൗവനത്തിലേക്ക് കടക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെയുള്ള കാലഘട്ടം മനുഷ്യ ചരിത്രത്തിന്റെ യൗവനഘട്ടമാണ്. അതെ, ഇസ്ലാമിക ചരിത്രത്തിന്റെയും യൗവനഘട്ടമാണ്. ആ യൗവനഘട്ടത്തിലൊക്കെ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറാഖിൽ വെച്ച് തർബിയത്ത് നൽകുകയും അതേപോലെ തന്നെ സിറിയയിൽ വെച്ച് പൂർണ്ണമായ തസ്കിയത്ത് നൽകുകയും മക്കായിൽ മോൻ ഇസ്മായിലിനെയും കൂട്ടിക്കൊണ്ടുപോയി ആ മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഇബ്രാഹിം തന്റെ കൈകൊണ്ട് തന്റെ സ്വന്തം മകനെ അറുക്കലിലൂടെ ഇഹ്സാനിന്റെ പൊരുൾ പഠിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇബ്രാഹിം ഈ കാലഘട്ടം നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഇബ്രാഹിമി കാലഘട്ടത്തിലെ ചരിത്ര സംഭവ ബഹുലമായ കാര്യങ്ങൾ മുഴുവനത്തിനെയും ഒരാവർത്തി കൂടി മനുഷ്യലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ദുൽഹജ്ജ് മാസം പിറകോട്ട് പോകുകയാണ്. ദുൽഹജ്ജ് മാസം യാത്ര പറയാൻ പോകുകയാണ്. എന്താണ് ദുൽഹജ്ജ് മാസത്തിലൂടെ നാം മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം? ദുൽഹജ്ജ് മാസം പെരുന്നാൾ. എന്താണ് പെരുന്നാൾ? എന്തിനാണ് പെരുന്നാൾ? എന്തിനാണ് ഹജ്ജ്? ഹജ്ജിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹജ്ജിലൂടെ ഹിജ്റയുടെ 2ാം കൊല്ലം ഹജ്ജ് ഫർളാക്കലിലൂടെ അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നു? എന്താണ് അവൻ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്? വരും ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതി മറ്റൊരു വഴിക്ക് തിരിയുകയാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആയിരുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് നിർദ്ദേശിച്ചത് കഅബാലയം ഉണ്ടാക്കാൻ. അൻതഹിറ ബൈതി വഅഹദിനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈൽ അൻതഹിറ ബൈതി ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഈ സുജൂദ്. ഓ ഇബ്രാഹിം, മകൻ ഇസ്മായിലിനെയും കൂട്ടിയിട്ട് എൻ്റെ വീടൊന്ന് ശുദ്ധിയാക്കണം. നിസ്കരിക്കുന്നവർക്ക്, റുകൂഇ ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് വേണ്ടി, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി എൻ്റെ പരിശുദ്ധമായ വീട്, എൻ്റെ സ്വന്തം ഭവനം ഒന്ന് ക്ലിയറാക്കി കൊടുക്കണം. അങ്ങനെയല്ലേ ഇബ്രാഹിമും ഇസ്മായിലും ഭവനം നിർമ്മിക്കാൻ തുടങ്ങിയത്? ഭവനം നിർമ്മിക്കാൻ തുടങ്ങി അതിന്റെ പണി പൂർത്തിയായതിന് ശേഷം അള്ളാഹുവിനോട് അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവർ രണ്ടുപേരും കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, ഏ അല്ലാഹ്, ഞങ്ങൾ ഈ നിർമ്മിച്ച ജോലി നീ കബൂലാക്കി തരണം. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് നീ ഒന്ന് കബൂലാക്കി തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല ചെയ്തത്. കബൂലായതിന് തെളിവായിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം, നീ ആൾക്കൂട്ടത്തെ വിളിക്കുക, മനുഷ്യനെ വിളിക്കുക ഹജ്ജിന് വേണ്ടി. ജനം വരും, കാൽനടയായിട്ടും വരും, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും സഞ്ചരിച്ചിട്ട് വരും നിന്റെ വിളി കേട്ടിട്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഞാൻ ആരെ വിളിക്കാനാ? ഇവിടെ ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യ ഹാജറയല്ലാതെ 4ാമത്തെ ഒരാൾ ഇവിടെ ഇല്ല. ഇവിടുന്ന് എങ്ങനെ വിളിച്ചാലും ഈ കാണുന്ന മലകൾക്കപ്പുറത്ത് ഒരു ഭാഗത്ത് സഫാ മല, വേറൊരു ഭാഗത്ത് മറുവാ മല, അപ്പുറത്ത് ഭാഗത്ത് ജബലു അബീ ഖുബൈസ്, ഇപ്പുറത്ത് അങ്ങനെ പലമാതിരി മലകൾ, ജബലുൽ കഅബ. ഈ മലകളുടെ താഴ്വാരത്തിലാണ് കഅബാലയം. ഇവിടുന്ന് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ് അല്ലാഹുവേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം, വിളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കേൾപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. നീ വിളിച്ചാൽ മതി, ഞാൻ കേൾപ്പിച്ചോളാം. കേൾപ്പിച്ചില്ലേ? ഞാൻ നിങ്ങളൊക്കെ കേട്ടില്ലേ? ഹാജിമാർ മുഴുവനും ആ കേൾവിക്കല്ലേ മറുപടി കൊടുത്തത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അമ്പളിക്കാണ് ഉത്തരം കൊടുത്തിട്ട് നമ്മൾ പോയത്. ചരിത്രത്തിന്റെ ആ ഘട്ടത്തെ അല്ലാഹു തആല മറ്റൊരു ഘട്ടവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിമിന് ശേഷം പിന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ആലു ഇമ്രാൻ കുടുംബത്തെയാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. സർവ്വലോകത്തിൻ്റെയും മേൽ ഈ 4 നബിമാരെയാണ് അല്ലാഹു തആല സെലക്ട് ചെയ്തത് എന്ന്.
മൂന്നാമത് പറഞ്ഞപ്പം കുടുംബത്തെയാ പറഞ്ഞത്. ആലു ഇമ്രാൻ, അതെ, ഇമ്രാന്റെ കുടുംബം. ആ കുടുംബത്തിലാണ് ഇസ്രായേലി പാരമ്പര്യത്തിൽ മൂസ നബി തൊട്ടിങ്ങോട്ട് ഈസ നബി വരെയുള്ള ഏതാണ്ട് 100ഓളം പ്രവാചകന്മാർ വരുന്നത്. 100ഓളം പ്രവാചകന്മാർ, നബിമാരും റസൂലുകളും വരുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ ആലു ഇമ്രാൻ ചെന്ന് അവസാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം ഈ കൂട്ടത്തിൽ എന്തേ മുഹമ്മദ് നബിയെ പറഞ്ഞില്ല? ഇന്നല്ലാഹ ഇസ്തഫ ആദമിനെ പറഞ്ഞു, നൂഹിനെ പറഞ്ഞു, പിന്നെ പറഞ്ഞത് ആലു ഇമ്രാൻ, പിന്നെ ആലു ഇബ്രാഹിം, പിന്നെ ആലു ഇമ്രാൻ. എന്തേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചരിത്രത്തിൽ വന്നില്ല? നമുക്ക് നോക്കാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാലഘട്ടത്തിൽ എത്തിച്ചു. വാർദ്ധക്യത്തിലെ ഒന്നാമത്തെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ളത് മനുഷ്യചരിത്രത്തിന്റെ വാർദ്ധക്യഘട്ടമാണ്, ഒപ്പം ഇസ്ലാമിന്റെയും വാർദ്ധക്യഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പുതിയ നുബുവത്തില്ല, പുതിയ റിസാലത്തില്ല, പുതിയ ശരീഅത്തില്ല മുഹമ്മദ് നബിക്ക് ശേഷം. എന്താ കാര്യം? വാർദ്ധക്യഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല. മുഹമ്മദി റിസാലത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം, മുഹമ്മദി നുബുവത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം, മുഹമ്മദി ശരീഅത്തും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് ചരിത്രത്തെ ചെന്നിവേപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുക്കറമയിൽ 40ാമത്തെ വയസ്സിൽ നബിയായിട്ട് വരുന്നു. ആ സമയം മുതലേ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇല്ലേ? യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു നിസ്കാരം പഠിപ്പിക്കുകയായിരുന്നില്ലേ? 5 വഖ്ത് നിസ്കാരമല്ലേ സുഹൃത്തുക്കളെ മിഅ്റാജിന്റെ രാത്രിയിൽ നിർബന്ധമായത്? അഷ്റഫുൽ ഖൽഖ് ജനിച്ച കാലം മുതലേ നിസ്കരിക്കാറില്ലേ? ഇബ്രാഹിം ഈ സുന്നത്തനുസരിച്ച് അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് അവർ നിസ്കരിക്കാറില്ലേ കഅബാലയത്തിൽ വെച്ച്? നമ്മൾ അവിടെ ഇവിടുത്തെ ഏതോ മതക്കാരെ പോലെ ഇവിടുത്തെ ഷീഈ മൊല്ലമാര്, ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാർ, അവരെയൊക്കെ ഇവിടുത്തെ ഹിന്ദു മതക്കാരെ പോലെയാണ്, അവർക്ക് അള്ളാഹിനെ പഠിപ്പിക്കാനാണ് നബിതങ്ങൾ വന്നതെന്നുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചു ജാറങ്ങൾക്ക് വേണ്ടി, ജാറങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെയായിരുന്നോ? ഖുറൈശികൾ പാരമ്പര്യ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ഇബ്രാഹിം ഈ ശരീഅത്തനുസരിച്ച് അമൽ ചെയ്യുന്നവരായിരുന്നില്ലേ? ഇബ്രാഹിം ഈ ശരീഅത്തനുസരിച്ച് നിസ്കരിക്കുകയും നോമ്പുകയും ചെയ്യുന്നവരായിരുന്നില്ലേ അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് അടക്കമുള്ളവർ? ഈ സന്ദർഭത്തിൽ അവരൊക്കെ കഅബാലയത്തിന് നേരെ തിരിഞ്ഞിട്ടല്ലേ നിസ്കരിച്ചുകൊണ്ടിരുന്നത്? അബൂജഹൽ നിസ്കരിച്ചുകൊണ്ടിരുന്നത് കഅബാലയത്തിന് നേരെ തിരിഞ്ഞിട്ടാണ്. ഉത്ബത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്നത് കഅബാലയത്തിന്റെ, അബൂ താലിബ് നിസ്കരിച്ചുകൊണ്ടിരുന്നത് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞിട്ടാണ്. എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ നേരെ തിരിയാൻ അല്ലാഹു കൽപ്പിച്ചില്ല? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത്? അറിയാമല്ലോ, ഒന്നാമത്തെ ഖിബല ബൈത്തുൽ മുഖദ്ദസ് അല്ലേ, മസ്ജിദുൽ അഖ്സ അല്ലേ? അവിടത്തേക്കല്ലേ റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്ത് ഖുറൈശികൾ നിസ്കരിക്കുന്നത് കഅബാലയത്തിലേക്കല്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കേണ്ട ഇപ്പോൾ ഇന്ന് റസൂലുള്ളാഹി തങ്ങളോട് നിർദ്ദേശിച്ചത്? മസ്ജിദുൽ അഖ്സ റസൂലുള്ളാഹി തങ്ങൾ അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ അങ്ങേറ്റത്തെ ആഗ്രഹമാണ് ഈ കഅബാലയം ഒന്ന് ഖിബലയാക്കി കിട്ടിയ എത്ര നന്നായിരുന്നു എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം പലപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ്. എന്നിട്ട് അല്ലാഹു അനുവദിച്ചില്ല മക്കയിൽ വെച്ച്. റസൂലുള്ളാഹി തങ്ങൾ മാത്രം അതുകൊണ്ട് തിരിഞ്ഞ് നിസ്കരിക്കും ഒന്നിച്ചുള്ള മുഅ്മിനീങ്ങൾ. കൂട്ടരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്ന 25ാമത്തെ വയസ്സിലല്ലേ? വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഭാര്യയും ഭർത്താവും നിസ്കാരം തുടങ്ങിയിട്ടില്ല വീട്ടില്. ഖദീജയും അതേപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് തങ്ങളും. അന്ന് നബിയും അല്ല, അന്ന് പിന്നെ ഇസ്ലാമിക ആദർശ മുസ്ലിമും അല്ലല്ലോ ഖദീജ. എന്നിട്ട് നിസ്കാരമില്ലേ? റളിയല്ലാഹു തആല അൻഹു കുട്ടിപ്രായത്തിൽ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഖദീജാവിന്റെ വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്ന, എല്ലാവർക്കും അറിയാലോ. റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച അവസ്ഥ എന്താ? രാത്രി സമയത്ത് ഖദീജ ബീവിയും റസൂലുള്ളാഹി തങ്ങൾ ഇമാമും ജമാഅത്തായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് അലി കാണുന്നു. അഷ്റഫുൽ ഖൽഖ് ഇമാമും ഖദീജ ഇമാമും. അന്ന് അവരാരും മുസ്ലിം അല്ല, അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല. നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. പുതിയ ഇസ്ലാം ഇലാഹുകളെ ജാറങ്ങൾക്കെതിരായിട്ടുള്ള പ്രഖ്യാപനം വരാൻ തുടങ്ങിയിട്ടില്ല.
അന്ന് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അലി ചോദിച്ചത് നബി തങ്ങളോട്, എന്താ കാക്കയാണല്ലോ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മോനെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക, ഞാനും നിസ്കരിക്കട്ടെ, കുടിക്കോ. അങ്ങനെയല്ല അലി അള്ളാഹു തആല കുട്ടിപ്രായത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിച്ച വസ്തുത. അപ്പം അന്നേ നിസ്കാരം ഉണ്ടെന്നല്ലേ അർത്ഥം. അന്ന് നിസ്കാരത്തിന്റെ ഖിബല ഏതായിരുന്നു? മസ്ജിദുൽ അഖ്സ ആയിരുന്നില്ലേ? മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിന്റെ ആഗ്രഹമുണ്ടായിട്ടും കഅബാലയത്തിലേക്ക്. എന്താ കാര്യം എന്നറിയുമോ? വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. കഅബാലയത്തിന് ചുറ്റും 300 ചില്ല മഹാന്മാരുടെ ജാറങ്ങളുണ്ട്. ജാറങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റിയെയോ അത് നേതൃത്വം കൊടുക്കുന്ന പള്ളിയെയോ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ, നല്ലൊരവസരം വരുമ്പോൾ ആലോചിക്കാമെന്ന്. എന്താ സംഭവിച്ചത് പിന്നീട്? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ചർച്ച ചെയ്യാം. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ വഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹബിഹി വഅത്ബാഇഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. اللهم ارض عن خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين. اللهم شتت شملهم وفرق جمعهم وكل عددهم وخالف بين كلماتهم وزلزل أقدامهم وخيب ديارهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.